സംസ്ഥാന പാതയിൽ സ്ഥിരമായി കടന്നുപോകാറുള്ള ബസ്സുകൾ, ടിപ്പറുകൾ എന്നിവയിലെ ഡ്രൈവർമാർക്ക് ലഘുലേഖം നൽകി നാട്ടുകാർ ബോധവൽക്കരണം നടത്തി. കഴിഞ്ഞ ദിവസം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 വയസ്സുകാരനായ കുട്ടി മരണപ്പെട്ട എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ നോർത്ത് കാരശ്ശേരിയിലാണ് ഇതുവഴി സ്ഥിരമായി കടന്നുപോകാറുള്ള ബസ്സുകൾ, ടിപ്പറുകൾ എന്നിവയിലെ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നടത്തിയത്. പ്രദേശത്ത് അപകട മരണങ്ങൾ പതിവായതോടെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി ബോധവൽക്കരണം നടത്തിയത്. സംസ്ഥാന പാതയിലെ ഓടത്തിന് മുതൽ മുക്കം പാലം വരെയുള്ള 1.5 കിലോമീറ്റർ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതും അശ്രദ്ധയോടെ മറ്റു വാഹനങ്ങളെ മറികടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടാൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നാണ് ലഘുലേഖയിലുള്ളത്. ഇവിടെ മുക്കം കറുത്തപറമ്പ് ഈ റോഡിൽ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ സ്ഥിരം ആക്സിഡന്റിന്റെ ഒരു കേന്ദ്രമായിരുന്നു ഇവിടെ. അപ്പൊ ഇന്നലെ ഇവിടെ ഒരു ബസ് ഇടിച്ചിട്ട് ഒരു കുട്ടി, 3 വയസ്സായ കുട്ടി, നമ്മൾ റോഡിൽ വന്ന് തലച്ചോറ് വാരിയെടുക്കേണ്ട അവസ്ഥയിലുണ്ടായത് ബസ് ഇടിച്ചിട്ട്. അപ്പം ഇതിലെ പോകുന്ന ബസ്സുകാർക്ക്, ടിപ്പറുകാർക്ക്, വലിയ വണ്ടിക്കാർക്ക് നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ്, ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഈ വണ്ടി നടന്നാൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ബോധവൽക്കരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു റീച്ച് മുക്കം പാലം ടു കറുത്തപറമ്പ് 1.5 കിലോമീറ്റർ റീച്ചിൽ സ്ഥിരം ആക്സിഡന്റ് ആണ്. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച 3 പേരാ ഈ റോഡിൽ വന്ന് ജീവൻ നഷ്ടമായത്. അപ്പൊ ഇനി അത് 2 ദിവസം കൊണ്ട് ഇനി അത് ഉണ്ടാവാതെ വെക്കാനുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് നമ്മൾ ഇന്ന റോഡിലേക്ക് ഇറങ്ങിയിട്ട് നോട്ടീസ് കൊടുക്കുന്നത്.